ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ളൊരു തരംഗം ദൃശ്യമാണ് എന്നുള്ളത്. അപ്പം കഴിഞ്ഞ 10-14 ദിവസത്തിനിടയിൽ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നിരവധിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ തന്നെ ആ പ്രതീതി ഉണ്ടായിരുന്നു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ UDF അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നലത്തെ പോളിംഗ് ഡേയിൽ കണ്ടത് ആ ഒരു വിശ്വാസത്തെക്കാൾ വിശ്വാസം കവച്ചു വെക്കുന്ന റെസ്പോൺസാണ് വോട്ടർമാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്നലെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടും സംസാരിക്കുകയുണ്ടായി. ഫീൽഡിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിവ് രീതി വിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാണിച്ച ആവേശം തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷത്തോടെ UDF വരും. പലയിടത്തും CPM BJP ബന്ധം പല തവണയായിട്ട് പ്രചാരണത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആവർത്തിക്കപ്പെട്ടതാണ്. അപ്പോൾ പോളിംഗിന് ശേഷം അതിനെ മറികടക്കാനായി എന്നുള്ളതാണ് പാർട്ടിയുടെ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ആർക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. അവിഹിത കൂട്ടുകെട്ട് നടത്തി പണം വാരി എറിഞ്ഞ് അങ്ങനെയൊന്നും കേരളത്തിലെ ഇലക്ഷൻ നേടിയെടുക്കാൻ കഴിയില്ല. അത് BJP ഇപ്രാവശ്യം മനസ്സിലാക്കും, CPM മനസ്സിലാക്കും. അവരുടെ ആ നയമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്ന കാരണങ്ങളിൽ ഒന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ഇന്നലെ കണ്ടില്ലേ, ചിറ്റൂരിലൊരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയില്ല പരസ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? LDF സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒരുക്കിയതുകൊണ്ടല്ലേ അതങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവർക്ക് തിരിച്ചടിയാവുന്ന കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇപ്പോൾ നിയമത്തടക്കം BJP പണമൊഴുക്കി എന്നൊരു ആരോപണം LDFും UDFും ഇതിന് പണാധിപത്യം BJP കേരളത്തിലെ അട്ടിമറിക്കാൻ നിയമത്തല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ പുതിയൊരു വാചകമായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അവർ, സീറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ. A കാറ്റഗറി സീറ്റ്. ഈ A കാറ്റഗറി സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മണി ഡിസ്ട്രിബ്യൂഷൻ സീറ്റാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം. ഇന്നലെ പാലക്കാട് നിങ്ങളെ കണ്ടത് എന്താണ്? സത്യത്തിൽ എനിക്കറിയില്ല, ഇത്രയേറെ നഗ്നമായിട്ടുള്ള ഇലക്ഷൻ അഴിമതി, എന്നിട്ട് വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ വിഷ്വൽസ് ഇല്ലേ, അതിന് ആർക്കെങ്കിലും മറച്ചു പിടിക്കാൻ പറ്റുമോ? വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്യുക. കിറ്റ് എത്രയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാധാരണക്കാരനായ ഒരു ധൈര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ UDF പ്രവർത്തകൻ അതിനകത്ത് ധൈര്യം കാണിച്ച് ക്യാമറയിൽ പകർത്തിയുമുണ്ട്. ഇല്ലാത്ത എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ടത്? വ്യാപകമായി പണം ഒഴുക്കിയിട്ട് അതുപോലുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി വോട്ട് പിടിക്കാനായിരുന്നു ശ്രമം. ഒരു ഭാഗത്ത് അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്, മറുഭാഗത്ത് പണം. ഇത് രണ്ടിനെയും അതിജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ അന്തസ്സുയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകുമ്പോൾ. പല അക്രമ സംഭവങ്ങളും ഈ പോളിംഗിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണൂരിലടക്കം. കോൺഗ്രസിൻ്റെ അക്രമം എന്നതാണ് ഇടതുപക്ഷം കണ്ണൂരിലല്ലേ? കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ അക്രമം. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം മിക്കവാറും ബൂത്തുകളിലെ ഏജൻറ്റുമാരെയും മറ്റുള്ളവരെ അടിച്ചിട്ട് പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ അത്. ഞാൻ നേരത്തെ ആരോപിച്ചതാണ്. അവരാരെങ്കിലും നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും കള്ളവോട്ട് ഇവിടെ നടത്താൻ ശ്രമം നടത്തി. കള്ളവോട്ട് നടത്താനുള്ള പരിപാടി അവർക്കുണ്ടായിരുന്നു. അതിനെ എതിർക്കുന്നവരെയൊക്കെ തന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മർദ്ദനം നടന്നത് ഏകപക്ഷീയമായിട്ടാണ്. കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ CPM മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വാർത്തയാണ്. അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതിനകത്തൊന്നും ആത്മവിശ്വാസം 4-ാം തീയതി വരെ ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ തോൽക്കുമെന്ന് പറയുമോ? അതങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷേ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നല്ല അവിടെ റിപ്പോർട്ട് ചെയ്തത് ഗ്രൗണ്ട് റിയാലിറ്റി, ഇന്നലെ ഉണ്ടായ റിയാലിറ്റി ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സംശയത്തിനിടവേളയില്ല. ഞങ്ങളും ഇക്കാര്യത്തിലൊക്കെ തന്നെ പഴയ കാലത്തെ ഇലക്ഷൻ സങ്കല്പത്തിലൂടെ അല്ലല്ലോ ഈ ഇലക്ഷൻ ഞങ്ങൾ നേരിട്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെയായിരുന്നു. കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ആ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടയിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതൊന്നും ഇല്ലാതെ ആ ഒറ്റ നെറേറ്റീവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. അതൊക്കെ അവർ സ്വയം അപഹാസ്യരായി എന്നല്ലാതെ അത് നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ അറിയാലോ. അത്
അവർക്കെതിരെ വന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ മറച്ചു പിടിക്കാൻ അവർ എന്തെങ്കിലുമൊക്കെ തന്നെ അവാസ്തവമായ കാര്യങ്ങൾ പറയാതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് തന്നതിൽ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവ് തന്നത് LDF തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകായ ചിത്രം വച്ചിട്ട് അല്ലാതെ മറ്റാരുണ്ട്, ഈ ചോദ്യമാണ് കേരളത്തിലുണ്ടായത്. അല്ലാതെ മറ്റാരുണ്ട്? കേരളത്തിൽ എത്ര നീ ബോർഡിങ് തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. ഇത് മുകളിലായതുകൊണ്ട് കാൽ തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എത്ര അർത്ഥത്തിൽ അത് ഗുണമായി, അതൊക്കെ ഗുണമായി. ആ ഓവർ പബ്ലിസിറ്റി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഗുണമായി. ഇതിനകത്ത് പിന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികൾ, വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമേ ഈ ഇലക്ഷൻ ഞങ്ങൾ വളരെ കരുതലോടിട്ട് തന്നെയാണ്. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല കേരളത്തിന് മുമ്പിൽ വെച്ചത്, പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ജനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ ഫലങ്ങൾ. ഇന്ന് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തങ്ങൾ പ്രതികരിച്ചത്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകർ, നേതാക്കളെല്ലാവരും എല്ലാവർക്കും വ്യക്തിപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പറ്റിയിട്ടില്ല. ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അഹോരാത്രം രാവും പകലും കഷ്ടപ്പെടുന്ന UDFൻ്റെ നേതാക്കളെയും പ്രവർത്തകരുമാണ്. എല്ലാം മറന്ന് ഏത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായാലും നേതൃത്വം പറയുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ഓരോ ബൂത്തുകളിലും, ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത ബൂത്തുകളിൽ പോലും പ്രതിരോധിച്ച പ്രവർത്തകനുണ്ട്, വൈബ്രൻ്റായ പ്രവർത്തകൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇപ്പം കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഗൾഫ് നാടുകളിലായാലും ഒക്കെ തന്നെ സ്വന്തം കയ്യിൽ നിന്നും ഫോൺ റീചാർജ് ചെയ്ത് തിരക്കിട്ട പണികളായിരിക്കും അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും. ആ ജോലികൾക്ക് നിന്ന് സമയം കണ്ടെത്തിയിട്ട് സൈബർ പ്രതിരോധം തീർത്ത UDFൻ്റെ പ്രവർത്തകരുണ്ട്. അവരാണ് ഇക്കാര്യം തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരങ്ങളെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തിരഞ്ഞെടുപ്പിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്. അത്രയും ആത്മാർത്ഥമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് പാർട്ടിക്കും മുന്നണിക്കും അത്രയും പ്രാധാന്യമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാം മറന്ന് എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് അഹോരാത്രം കഷ്ടപ്പെട്ട പ്രവർത്തകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പം പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായിട്ടും അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുമല്ലോ. ഇലക്ഷൻ ഫലം വരും, ചർച്ച ചെയ്യും. ഫലം വന്നു കഴിയുമ്പോൾ UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി തർക്കമുണ്ടാവുന്ന മറ്റുള്ള പാർട്ടികൾ തന്നെ ഉന്നയിക്കുന്നു. അവർക്ക് എന്തെല്ലാം അവർ ഈ തിരഞ്ഞെടുപ്പിൽ ആദ്യം മൂലയെ തുറത്തന്നല്ലായിരുന്നു. എല്ലാവരും തമ്മിൽ തർക്കമാണ്, എല്ലാവരും തമ്മിൽ അടിയാണ്, ഞങ്ങളൊക്കെ പരസ്പരം കണ്ടാൽ കൊണ്ടുപോയില്ല. അതാണോ സംഭവിച്ചത്? ഈ തിരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ നേതാക്കന്മാർ തമ്മിൽ എല്ലാവരും എത്രമാത്രം സൗഹൃദത്തോടെയാണ്. മാത്രമല്ല ഞങ്ങൾ വെച്ച നെറേറ്റീവിൽ ഒരു ഡീവിയേഷനും ആരും നടത്തിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന് ഇപ്പം പറയാൻ, പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന പാർട്ടിയാണ്. പക്ഷേ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഏതറ്റം വരെ പറയണമെന്നൊക്കെ പറയാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എവിടെയും ഉണ്ടാകാൻ പോടില്ല. ഞങ്ങൾ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ട് വരും. സഹോദരി ചോദിച്ചത് വരുമെങ്കിൽ എന്നാണ്. വരുമെങ്കിലില്ല. ഇപ്പോൾ UDF വന്നിരിക്കും, കൃത്യമായ ഭൂരിപക്ഷത്തോടെ വന്നിരിക്കും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാഗ്രഹിക്കുന്നത് എന്താ തെറ്റെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം അത് CPMലാണ് അങ്ങനെ ആരെങ്കിലും പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിട്ട് ഒരാൾ പറഞ്ഞു പോയാൽ എന്താവും സ്ഥിതി? ഇതങ്ങനെയല്ല. ഇത് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന് തീരുമാനിക്കും. കാരണം കേരളത്തിലെ ജനങ്ങളാണ് ഒരു മാൻഡേറ്റ് തരുന്നത്. ആ ജനങ്ങളുടെ മാൻഡേറ്റിനോട് അവരോട് പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് UDFനും കോൺഗ്രസിനും ഉള്ളത്. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ജനങ്ങളോടാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകരോടും UDFൻ്റെ നേതാക്കളോടാണ്. അപ്പോൾ അത് കൈവിട്ടുകൊണ്ട് നമ്മളാരും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, VS ഉണ്ടായിരുന്നെങ്കിൽ VS UDFന് ഇത്തവണ വോട്ട് ചെയ്യായിരുന്നു. സംശയം എന്താ? കാരണം വെച്ചാൽ CPMൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരവധി പേർ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആർക്കാണെന്ന് നമ്മൾ ഇലക്ഷൻ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും. ചില സീറ്റുകളിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ വോട്ട് ആർക്കാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി സഖാക്കൾ.
അത് നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഏക അവസരമാണിത്. അതവർ വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇനി ഫലം വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പോളിംഗ് കഴിയുമ്പോൾ എത്ര സീറ്റ് UDF നേടുമെന്നാണ് ഇപ്പം പ്രതീക്ഷ? നേരത്തെ പല കണക്കുകളും അവകാശവാദം, ഇപ്പോൾ ഈ കണക്കും പോളിംഗ് ശതമാനമൊക്കെ നോക്കുമ്പോൾ എത്ര സീറ്റ്? പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഞങ്ങൾ 100-നടുത്ത് സീറ്റ് ഹോൾഡ് തന്നെ വിജയിക്കും തന്നെയാണ്. കംഫർട്ടബിളായി വിജയിക്കും തന്നെയാണ്, വളരെ കംഫർട്ടബിളായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും കൂടെ വരുന്നതാണ് ഇന്നലത്തെ ഏറ്റവും വൈകുന്നേരം കിട്ടുന്ന ഒരു അട്ടിമറികൾ. തീർച്ചയായിട്ടും ചേച്ചി, പാലക്കാട് നിന്നുള്ള ശ്രീനന്ദ എന്നുള്ളൊരു കുട്ടീനെ ചിക്കമംഗളൂരിൽ കാണാതായിരിക്കുകയാണ്. തിരച്ചിലിൽ കുടുംബത്തിന് തൃപ്തിയുണ്ട്, പക്ഷെ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളൊരു സംശയമൊക്കെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ളൊരു അല്ല, ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് തെരഞ്ഞെടുപ്പ് തിരക്കിലാണെങ്കിലും കർണാടക വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ഇവർ 3 പേരെയും ബന്ധപ്പെടുകയുണ്ടായി. അവർ 3 പേരെയും ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടും, പ്രത്യേകിച്ച് ഞാൻ കർണാടക സർക്കാരിന് നന്ദി പറയുകയാണ് കഴിഞ്ഞ തിരച്ചിലിൻ്റെ സന്ദർഭത്തിലുണ്ടായിട്ടുള്ള നടപടികളിൽ. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിക്കമംഗളൂരിലെ ജില്ല മുഴുവൻ തിരയാണ്. ഒരു ജില്ല ഒരു തരി പോലും കൂടാതെ മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞത്. പക്ഷേ ഇന്ന് മുതൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിക്കാൻ അവർ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എല്ലാ വിഭാഗം, റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാവും. അവർ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് റവന്യൂ വകുപ്പ് മന്ത്രി ചിക്കമംഗളൂർ ജില്ലയിലുണ്ട്. അദ്ദേഹത്തോട് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിൽ ഒരു കോർഡിനേഷൻ വേണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹവും പറയുണ്ടായി. അതുപോലെ തന്നെ പിന്നെ KJ ജോർജ് മിനിസ്റ്ററാണ് ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹവുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അതെന്തായാലും കുടുംബത്തിൻ്റെ ആശങ്ക മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ഈ പറഞ്ഞ ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി. അതുകൊണ്ട് പോലീസിൻ്റെ IG ആണ് ഇത് അന്വേഷണ ചുമതലയുള്ളത് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് വല്ല രീതിയിലും മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് അവിടെ ഇതുണ്ടായിരുന്നു, മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്ലോ ഉള്ളതുകൊണ്ട് കുറേ നോക്ക വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെയാണ് അവർ തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. അവർക്ക് ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരെന്നോട് അറിയിച്ചത്. പക്ഷേ അവർ തെരച്ചിൽ ശക്തമായിട്ട് വീണ്ടും തുടരുകയാണ്. വനിതാ ബില്ലിൽ ഇപ്പം കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇപ്പം BJP ഈ നീക്കം കൊണ്ടുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തോൽവിയെ ഭയന്നുകൊണ്ടാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് വനിതാ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ അവർ തന്നെയാണ് ആ ബില്ലിലെ പ്രൊവിഷനുണ്ട്. ഇത് നടക്കുന്നത് ഇപ്പോൾ പുതിയ 26 സെൻസസ് അനുസരിച്ചായിരിക്കും നടത്തുകയാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുസരിച്ച് അന്ന് ഞങ്ങൾ ഉന്നയിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ സംവരണം വരുമ്പോൾ SC ST OBC വിഭാഗങ്ങളുടെ സംവരണം എന്തായിരിക്കും, അതിൻ്റെ മാനദണ്ഡം എന്താണ്, അതിനകത്ത് ക്ലാരിറ്റി കൃത്യമായിട്ടും ആ ബില്ലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ബില്ലിൽ നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ ഔദ്യോഗികമായിട്ടൊന്നും അറിയിച്ചില്ല, ഇത്രയും നിർണായകമായ ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു സ്പെഷ്യൽ സെഷൻ നടത്തുമ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന്, തിരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ സ്റ്റേറ്റിലും ജനം ഓടിക്കൊണ്ട്, ഇപ്പം ബംഗാളിലും തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 28-നും 23-നും ആ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ MP-മാരെല്ലാം അവിടെയാണ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവിടെയാണ്. അതിനിടയിൽ ഈ 16-17 താല്പര്യം എന്താണ് ഈ 16-17 എന്താ 28 കഴിഞ്ഞ് നടത്തിയാൽ പോരെ? ഈ 12 ദിവസത്തെ ഗ്യാപ്പിന് എന്താ പ്രശ്നം? മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന സെഷൻ 12. പിന്നെ ഇത്രയും നിർണായകമായൊരു കാര്യം എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചുകൂട്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഇതൊന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാണ്, എല്ലാവരുടെയും സഹയമില്ലാതെ ഇത് പാസ്സാവില്ല. ഇത് സാധാരണ ബില്ലല്ലല്ലോ. അപ്പോൾ ഇത് പാസ്സാവണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തിനും കൂടെ പിന്തുണ ഉണ്ടായാലേ ഇത് പാസ്സാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രതിപക്ഷത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്യും, അവരുമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു, പാർട്ടി നേതാക്കന്മാരെല്ലാം ആവശ്യപ്പെട്ടു, എന്നിട്ടും അവർ ഇതുവരെ അത് വിളിച്ചു കൂട്ടിയില്ല. അവർ പൊടുന്നനെ ക്യാബിനറ്റ് ഈ ബില്ല് പാസ്സാക്കിയിട്ട് 16. അപ്പോൾ അവർ ബില്ലിപ്പം നടപ്പിലാക്കാൻ ആത്മാർത്ഥതയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ തിരഞ്ഞെടുപ്പിനൊരു പ്രചരണായുധമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവർ തോൽക്കുമെന്ന് ഭയപ്പെടുന്നപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണായുധമാക്കാൻ ശ്രമമാണ്, ആത്മാർത്ഥം കൊണ്ടല്ല. ഞങ്ങൾ പറയുന്നത് വനിതാ റിസർവേഷൻ വേണമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ ചൈൽഡാണത്, അതിനോട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇത് 16-17 കൊണ്ടുവന്ന രീതിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ആ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായില്ല.
രാഷ്ട്രീയ പാർട്ടിയുടെ സൗകര്യം നോക്കിയില്ല പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുമ്പോൾ. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മൂർധനത്തിൽ ഇത്തരമൊരു സ്പെഷ്യൽ സെഷൻ എന്തുകൊണ്ട് 10 ദിവസം നീട്ടിവെച്ച് നടത്തുന്നില്ല? 10 ദിവസത്തെ എന്താണ് അർജൻസി അതിനകത്തുള്ളത്? പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് 2026 സെൻസസ് അനുസരിച്ച് നടത്തുന്നു. നിങ്ങളുടെ ബില്ലിൽ പറഞ്ഞത് പെട്ടെന്ന് മാറി 2011 സെൻസസിലോട്ട് പോകാൻ എന്താ കാരണം? ഈ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് അജണ്ട, ഹിഡൻ അജണ്ട? അപ്പോഴാണ് ഈ ചോദ്യം കൂട്ടി വായിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് തോന്നിയപ്പോൾ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു കാരണം, ഇത് പാസ്സായാലും പാസ്സായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുക. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഒരു ബില്ലാണല്ലോ ഇത്. അതെ. എന്തായാലും സമ്മേളനം വിളിച്ചു കഴിഞ്ഞു, പാർലമെന്റിൽ ഇത് വരികയാണ്. പാർലമെന്റിൽ ഉയർത്തുന്ന പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും മാർഗം? അല്ല, അതിൽ നിന്ന് ഞങ്ങൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് വൈകുന്നേരം ഈ സുപ്രധാനമായ വിഷയം ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമേഷ്യയിലത്തെ സംഘർഷവും പശ്ചിമേഷ്യയിൽ നമ്മുടെ വെസ്റ്റേൺ സംഘർഷവും ചർച്ച ചെയ്യാനും കൂടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ മറ്റു പ്രതിപക്ഷ നിരയിലെ മറ്റു പാർട്ടികളുമായിട്ടും ആശയവിനിമയം നടത്തും. പാർലമെൻറ്റ് സെഷനിൽ സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ്, നയം എന്താണ്, സമീപനം എന്താണ്, ഇതിനെക്കുറിച്ച് ഇൻ പ്രിൻസിപ്പൽ വനിതാ സംവരണം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങളുടെ ജയിലിലാണ്. അതിന് സംശയമൊന്നുമില്ല. മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതിൽ വലിയ ആശങ്കയാണല്ലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അതാ പറഞ്ഞത്, അതിപ്പം എല്ലാവർക്കും ആശങ്കകളുണ്ടാവും ഓരോ രീതിയിൽ. SC ST OBC വിഭാഗങ്ങൾക്കൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു മേജർ ആശങ്കയാണ്. എന്താണ് അവരുടെ ഇതിനകത്തുള്ള റിസർവേഷൻ ഉണ്ടാവോ ഇല്ലയോ? അതുപോലെ തന്നെ റീജിയണൽ ബാലൻസിൻ്റെ പ്രശ്നം അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള അപ്പോൾ ഇതിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടായിരുന്നു പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത്. അതിന് ഈ 10 ദിവസത്തിന് മുമ്പ് ഇത് വിളിച്ചു കൂട്ടുന്നത് അല്ല ചെയ്യേണ്ടിയിരുന്നത്. ഗവൺമെൻറ് ആദ്യം ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഇതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ചല്ലോ ചെയ്യാറുള്ളത്. പക്ഷെ ആ ഒരു മര്യാദ പോലും കാണിച്ചില്ല വിളിച്ചു കൂട്ടണ്ടേ. അപ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എന്തായാലും CWC ഇന്നത് ചർച്ച ചെയ്യും സജീവമായിട്ട്. അസമിലും കഴിഞ്ഞ ദിവസം കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിദേശ പ്രചാരണങ്ങളടക്കം കോൺഗ്രസിന് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളതാ പ്രതീക്ഷിക്കുന്നത്. പവൻ കേര ഒരു പത്രസമ്മേളനം നടത്തിയതിന് പേരിൽ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ എത്ര അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ എന്ത് ഹീനമായിട്ടുള്ള ആരോപണമാണ്. ആ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഭാര്യയ്ക്കെതിരെ പവൻ കേര ഉയർത്തിയ ആരോപണം, വിത്ത് എവിഡൻസ് ഉയർത്തിയ ആരോപണത്തെ ചൊല്ലി കേസെടുത്ത് അദ്ദേഹത്തെ നോക്കണം. അദ്ദേഹത്തിൻ്റെ ഡൽഹി വീട് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വൈഫ് അവരിൽ താമസിക്കുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ തെലങ്കാനയിലെത്തി, ബംഗാൾ പോലീസ് ആസാം പോലീസ് തെലങ്കാനയിലെത്തി വിച്ഛേദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ആസാം ഇലക്ഷൻ ഉണ്ടാകും. ഞങ്ങളും നല്ല ഇലക്ഷനിങ്ങാണ് നടത്തിയത്. കേരളത്തിലെ പോലെ തന്നെ നല്ല ഇലക്ഷനിങ്ങാണ് നടത്തിയത്. അവിടെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഇലക്ഷൻ കൃത്യമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമാപ്തപ്രസമായ ഹോംവർക്ക് നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷനാണെന്നാണ്. ഈ പാസ്പോർട്ട് ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം എംബസികളടക്കം ഈ ആരോപണത്തെ തള്ളുകയും എംബസിയെ തള്ളുന്നതിൻ്റെ പിന്നിൽ ചർച്ച അറിയാമല്ലോ. അത് അന്വേഷിച്ചോട്ടെ. ആരോപണം തെറ്റാണെങ്കിൽ നിയമപരമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഡിഫോമേഷൻ കേസ് എടുക്കാം. നിങ്ങൾക്ക് പിന്നെ അതുപോലെ അല്ലെങ്കിൽ അന്വേഷണം നടത്തി യഥാർത്ഥ ക്ലാരിറ്റിയോട് ഇതാണ് ക്ലാരിറ്റി എന്ന് പറയാം. ഒരാളെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ട് അയാൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോലീസിനെ അയക്കലാണോ ജോലി? അല്ലല്ലോ.